പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വാസം ഒരു ദൈവിക ദാനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിശ്വാസം കൂടിയേ തീരും. പലപ്പോഴും നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നൊരു ചിന്ത വരുമ്പോഴാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 15 ശിഷ്യന്മാർ കർത്താവിനോട് തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹെബ്രായർ 11:1 എന്താണ് വിശ്വാസം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികൾക്കാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത്. ശതാധിപൻ്റെ ഭൃത്യൻ സുഖപ്പെടുന്നതും രക്തസ്രാവക്കാരി സുഖപ്പെടുന്നതും സീറോഫിനേഷ്യൻ സ്ത്രീയുടെ മകൾ സുഖപ്പെടുന്നതുമെല്ലാം വിശ്വാസത്തിൻ്റെ ശക്തിയാലാണ്. ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാം ആരെപ്പറ്റിയാണ് കേൾക്കേണ്ടത്? യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി നാം ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളുണ്ട്. നാം നിത്യവും ബൈബിൾ വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നാം ശ്രവിക്കുന്നത്. ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. അതുവഴി നമ്മുടെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ഉണ്ടാകുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും രോഗങ്ങളുണ്ടായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് നാം വിശ്വസിക്കുമ്പോൾ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു മനക്കരുത്ത് നമുക്ക് ലഭിക്കും. നമ്മുടെ ഓരോ സഹനവും നമ്മുടെ ഉപരി നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരികയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:1 യേശു പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. ആ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം മാത്രമല്ല നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ ശിഷ്യന്മാരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ നാം നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചന വായനയിലൂടെയും വചനം ധ്യാനിച്ചുകൊണ്ടും നാം മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.